മണിയൻ്റെ വിളക്ക്. അവരെ കാണാനില്ല ഗൈസ്. പുറത്തുനിന്നൊന്നും കഴിക്കൂല ഞങ്ങ. പുറത്തുനിന്ന് കഴിക്കാറില്ല. ഞാൻ പറഞ്ഞു ഉമ്മ വേണമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളുടെ തമ്മിൽ കണ്ട പോലെ ഒരു വ്ളോഗാണ്, വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു ലുലു മോൾ വ്ളോഗാണ്. നമ്മൾ കുറെ ആയി ലുലുല് വന്നിട്ട്. അപ്പം ലുലുല് വന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ക്രിസ്മസ് ടൈമും കൂടെ അല്ലേ, കുറച്ച് ഓഫേഴ്സും കുറെ ഒക്കെ ഉണ്ടാവും. അപ്പൊ വരാന്ന് ഓർത്തു. അപ്പൊ നമുക്ക് ഇനി ലുലു വെച്ചാണ്. പിന്നെ ഞാൻ വ്ളോഗിലൊന്നും വന്നില്ലെന്ന് ഇവരൊക്കെ പറയാതെ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഫുള്ള് ഞാൻ നമുക്ക് നമ്മുടെ സെലിബ്രിറ്റിനെ നമുക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്നാ നമുക്ക് ലുലു വെച്ച് നമുക്ക് ഇന്ന് ഏതെങ്കിലും സെലിബ്രിറ്റിനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് നോക്കാം, ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുമല്ലോ സാധാരണ. അപ്പൊ അങ്ങോട്ടോ പുറത്തോട്ടോ. നമ്മളിപ്പോ ലുലുവിലെ മൈക്കണക്കില് വന്നിരിക്കുകയാണ്. ബിഗുന്റെ ഐപാഡില് നമുക്ക് സ്ക്രീൻ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. കൂട്ടത്തിൽ തന്നെ മാഷിന്റെ ഫോണിൽ ഒരു ഫോൺ കോൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ സെറ്റാക്കണം. ഇനി നമ്മൾ എങ്ങോട്ടാണ്? അതെ, അലഞ്ഞിരിഞ്ഞ് നടക്കാം. കമോൺ എവരിബഡി. ഗൈസ്, നിങ്ങൾക്ക് ഈ വിളക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട പരിചയം ഉണ്ടോ? എവിടെയോ വെച്ച് ARMൽ കണ്ട വിളക്കിൻ്റെ ഒരു തരം. അതെ, അതുപോലെ ഉണ്ട്. ഞങ്ങൾ കണ്ടുപിടിച്ചു അവർ ഫൈൻഡിങ്സ്. ഞങ്ങളുടെ ജേണി വീണ്ടും തുടരുന്നു. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വരട്ടെ. വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. വിശക്കുന്നുണ്ടോ? ഒട്ടില്ല. ഓർഡർ ചെയ്തിട്ടില്ല, ചെറിയ ഓർഡറാണ്, വലിയ ഓർഡർ ഒന്നും ഇല്ല. ഫുഡ് വാങ്ങാൻ പോയിട്ട് വെറും കൈ വീശി വരുന്ന മാഷ്. ബിഗു ആണ് നമ്മുടെ ഓർഡർ കളക്ടർ. ഒരു 20 മിനിറ്റായി വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഒരാളുടെ മുഖം നോക്കൂ, എത്ര നേരം വെയിറ്റ് ചെയ്തു അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാ നമ്മളുടെ ഫുഡുമായി അവൻ വരുന്നു. നമ്മൾ ആദ്യത്തെ ഫുഡ് മോമോസിന് ശേഷം കഴിഞ്ഞ സത്യം പറയല്ല 300 സംതിങ് രൂപയായി. ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, ക്വാളിറ്റി ഉള്ളു. ക്വാളിറ്റി ഉണ്ട്, പക്ഷേ പിന്നെ വന്ന വഴിക്ക് പെപ്സിന്ന് താഴെ വീണ് കുറച്ച്. അത് വെയിറ്ററിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മിരിക്കുന്നത് ഡൊമിനോസിന്റെ മുമ്പിലാണ്. എന്റെ ചേച്ചിക്ക് എന്തോ ബബിൾ ടീ കിട്ടുന്നുണ്ട്. ബബിൾ ടീയിൽ ഇനി കുരു ഉണ്ടാവോ ഇല്ലേന്ന് ആർക്കറിയാം. ഞാൻ ബബിൾ ടീ ട്രൈ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബബിൾ ടീ ആസ് എ കേട്ടറ ഫരീനോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഒരു റൗണ്ട് ടേബിൾ ആയിരുന്നെങ്കിൽ ഇപ്പൊ 2 റൗണ്ട് ടേബിൾ ആയിരുന്നു. കാണിച്ചുതരാം. 1 ആയിരുന്നു, ഇപ്പോൾ 2 ആയി. നമ്മൾ അവിടെ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബബിൾ ടീയും ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഹിയർ. ബബിൾ ടീ ആൻഡ് ഡൊമിനോസ് പിസ്സ. എന്താണ് മറക്കി? പെപ്പരീന പിസ്സ. ഏറ്റവും ബെസ്റ്റ് പിസ്സ. പെപ്പി പനീറാണ്, പെപ്പി പനീർ. എന്തൊക്കെ പറഞ്ഞാലും പിസ്സയാണ്, അത് ഞങ്ങൾക്കറിയാം. ഇതാണ് ബബിൾ ടീ. ഞാൻ പറയാം, ഒരു ഉണ്ടുണ്ടില്ലേ, സത്യം പറഞ്ഞാൽ മൈദമാവ് പോലെ. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓർഡർ ചെയ്യും, അതിന്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഉദ്ദേശിച്ച സാധനം വെള്ളത്തിൽ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഇത് കിട്ടൂല, കേക്ക് കിട്ടൂല. ഇതാണ് ഇത് ഈ കാണുന്ന ഉണ്ടുണ്ട. അപ്പോൾ നമ്മളുടെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ
നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത്? ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതെ, അവിടെ ഭയങ്കര തിരക്കുണ്ട്, ഭയങ്കര തിരക്കാണ് അവിടെ. പിന്നെ അതാണ് ഇനി നമ്മുടെ ഡൊമിനോസ് പിസ്സ അടിപൊളിയായിരുന്നു. സൂപ്പർ പിസ്സ. നമ്മുടെ സൗണ്ട് ഇച്ചിരി കൂടുതലായത് സൗണ്ട് ഇച്ചിരി കുറവായത് കാരണം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ നോക്കുന്നു. കുഴപ്പമില്ല, എന്നാലും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബ്ലോഗ് ചെയ്യും. അവർക്ക് പോയി. അപ്പം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് കാണാം. ഗൈസ്, അവരെ കാണാനില്ല ഗൈസ്, കണ്ടുപിടിക്കാം. ഓ ഗൈസ്, കണ്ടെത്തി. ഓ, ഡ്രസ് നോക്കി ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ചേച്ചി കല്യാണത്തിനായിട്ടാണോ? ആണോ? ഭർത്താവാരാണ്? ഇഷ്ടമായി. അതല്ല ഇത്, ഈ നല്ല രസമില്ലേ? ഞാൻ ഇട്ടാ നല്ല ഭംഗിണ്ടാവില്ലേ? ഇല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഓർമ്മ ദുബായിൽ നമ്മൾ പോയപ്പോൾ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതേത് ഇവിടെ ഇപ്പോൾ ഇട്ടേക്കാം. ഗായ്സ്, ഇവിടെ അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടുമുട്ടിയത് അപർണ ബാലമുരളി. ഇതാണ്. അപ്പോൾ നമ്മ ഒരു വലിയ ക്രൗഡിലോട്ട് കയറാൻ പോകുന്നതിന് ചതഞ്ഞി. നമ്മളകത്തേക്ക് കയറുകയാണ്. അപ്പൊ ആദ്യം നമ്മ സോപ്പ് പിടിക്കാനാണ് വന്നേക്കണം. വീട്ടിലത്തെ ആവശ്യത്തിനായിട്ട് സോപ്പ്. ഏത് സോപ്പ് എടുക്കണമെന്ന ആലോചനയുമായി നന്ദനയ്ക്കും അമ്മയും. നമ്മളിപ്പോൾ ലുലുവിൽ വന്നത് ക്രിസ്മസ് പ്രമാണിച്ചായതുകൊണ്ട് അതിൻ്റെ ഓരോരോ ഡെക്കറേഷൻസും അതിൻ്റെ ഓരോരോ സാധനങ്ങളും മേടിക്കാനുള്ള സ്ഥലമാണിത്. ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ അതേ അവിടെ ഒരു പപ്പാനിയുണ്ട്, കുറേ സ്റ്റാർ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഒരു പപ്പാനിനെ കാണാം ഇവിടെ. ഇതേനാ പുൽക്കൂട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളിയാണ് ഇവിടെ ഫുള്ള്. അങ്ങനെ നമ്മളെ തപ്പിപ്പിടിച്ച് നമ്മുടെ നന്ദന ചേച്ചിക്കായിട്ടുള്ള ഫേവറേറ്റ് ഫുഡ്, നന്ദന ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡാണിത്. ഏതാണോ നന്ദന ചേച്ചിക്ക്? ഏത് വേണമെങ്കിലും മതി. കണ്ട പറഞ്ഞ കേട്ടില്ല, മലയാളത്തിൽ പറ. ബിഗ് ചോദിച്ചു എന്റെ ഒരു സാധനം വേണോ എന്ന്. വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തു വേണം. ഞാൻ പറഞ്ഞു ഉമ്മ വേണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനിത് കാണിച്ചു കൊടുത്തു. വേണ്ടെന്ന്. അതിന്റെ വിലയൊന്ന് നോക്കി. വേണോ? ഉറപ്പായിട്ട് ഞാൻ മേടിച്ചു കൊടുക്കണാണ്. ഉറപ്പായിട്ടും മേടിച്ചു കൊടുക്കും. ചേച്ചിക്ക് ഒന്നും മേടിച്ചു കൊടുത്തില്ലെന്ന് വേണ്ട. മുഗു ഇതുവരെ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പച്ചക്കറിയുടെ മാർക്കറ്റിൽ കയറി വീട്ടിൽ തന്നെ വരുന്ന ചീരയൊക്കെ എടുക്കുന്ന അമ്മ. അവിടെ എവിടെയോ അരിയോ റവയോ എന്തോ പറക്കുന്നതാണ്. വെറുതെ വായി നോക്കി നടക്കുന്ന നന്ദന ചേച്ചി. ഡ്രൈവിങ് പഠിക്കുന്നത്, ലൈസൻസ് കിട്ടിയിട്ടില്ല. ചീര പൊതിഞ്ഞെടുക്കുന്നു. കയ്യിൽ ആർക്ക് കൊടുക്കാനാണിത്? എനിക്ക് തിന്നാൻ. ചേച്ചി അതിന് ചിക്കൻ തിന്നു? ഇല്ല, വെജിറ്റബിൾ. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. വെജിറ്റബിൾ ആണ് ഞങ്ങൾ മേടിച്ചത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അത് ചിക്കനായിരുന്നു. 70 രൂപയാണ് പണ്ട്. 70 രൂപ. അമ്മ ഇവിടെ വന്നിട്ട് ഒരു കച്ചോരി ചാട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ സമയവും വരുമ്പോൾ അമ്മ ഏതെങ്കിലുമൊക്കെ ചാട്ട് പറയാല്ലേ. ഇന്ന് നന്ദനൊക്കെയുണ്ട് ഇത് കാണാൻ എങ്ങനെയാ ചെയ്യണേന്ന്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറഞ്ഞു. പണ്ട് ഫസ്റ്റ് 40 ക്വാണ്ടിറ്റിയും കുറഞ്ഞ് പൈസയും കൂടി. നമ്മൾ മണാലി പോയി കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ഇവിടുത്തെ ടേസ്റ്റ്. മണാലി പോയി കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്ന് കഴിക്കുക. അപ്പൊ ഇപ്പൊ അത് ഏകദേശം 8:30. ഇനി 8:30 നമുക്കപ്പോ
വീട്ടിലോട്ട് വീട്ടിലേക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചോണ്ട് പോകണം. ഇവിടെ നിന്ന് തന്നെ ഫുഡ് നമ്മ മേടിച്ചിട്ട് അവിടെ പോയിട്ട് ചൂടാക്കി തിന്നും. അതാണ് നമ്മുടെ പരിപാടി. പുറത്തുനിന്നൊന്നും കഴിക്കൂല ഞങ്ങൾ, പുറത്തുനിന്ന് കഴിക്കാറില്ല. അതെ, വീട്ടിൽ ചെന്ന് ചൂടാക്കണം. ചൂടാക്കിയില്ലെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് പറയണം. ഓക്കെ എന്നാ ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുലാവ് ഒരു അര കിലോ ഡ്രാഗൺ നൂഡിൽസ് മേടിച്ചു. നമുക്കിത് മേടിച്ചിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ പോവാം. അമ്മ അവിടെ നിൽപ്പുണ്ട് നേരത്തെ തന്നെ. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ് ഇവിടെ. ആ അരിയുടെ പേരെന്താണ്, എവിടെ നിന്നാണ് ഇപ്പൊ കുറവ വരുന്നത്? അപ്പോൾ ഗൈസ് നമ്മളിത് അവരിപ്പോൾ ബില്ല് ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സിൻ്റെ അവിടെ പോയിട്ട് ഒരു ഇവിടുത്തെ സോഫ്റ്റ് ക്രീം എന്ന് പറയും, 30 രൂപ ഉള്ളൂ. ഷുഗർ അങ്ങനെ കൂടുതലുണ്ടാവില്ല. ഒരു ക്രീം ഐസ്ക്രീം പോലത്തെ ഒരു സംഭവം, അടിപൊളി ടേസ്റ്റ്. അത് കഴിച്ചിട്ട് പോരാ. അവിടെ ആയിട്ടാണ് അതുള്ളത്. ചേച്ചീൻ്റെ അടുത്ത് എന്തോ ഇഷ്ടമുണ്ട്. ചേച്ചിക്ക് വലിയത് കൊടുത്തു. നമുക്കൊക്കെ അയ്യോ നമ്മുടെ ഷോപ്പിംഗ് ആൻഡ് പരിപാടീസും ഇതുമെല്ലാം കഴിഞ്ഞ് നമ്മളിനി വീട്ടിലോട്ട് പോകാൻ പോകുന്നു. വീട്ടിലോട്ട് പോകണം. നമ്മൾ വാങ്ങിച്ച ഫുഡെല്ലാം നമ്മൾക്ക് കഴിക്കണം. പുറത്തുനിന്ന് നമ്മൾ കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്ന് പറ്റുമെങ്കിൽ ആ പിക്കും കൂടി ഇടാം. അല്ലാതെ ഇല്ല, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക.